ശ്രീ ഗോകുൽ, ഇപ്പോൾ അതിർത്തിയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി അല്ല ജമ്മു ആൻഡ് കാശ്മീരിൽ, മറിച്ച് ലൈൻ ഓഫ് കൺട്രോൾ ആണ്, നിയന്ത്രണ രേഖയാണ്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നിരന്തരമായി ഇങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാറുണ്ട്, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടി ഉതിർക്കാറുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ദിവസം തന്നെ റേഞ്ചേഴ്സ് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് എന്തിനായിരിക്കും? അതാണ് വിഷയം. ഇത്രയും നേരം ഞാനും ശ്രീ രഘുനാഥ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ. അത് ഇത് വന്നിട്ട് ഒരു നമ്മുടെ മക്കളുടെ മക്കൾ ഈ കമ്മിങ് ജനറേഷൻസ് ഇത് വന്നിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു സിവിലിയൻസിന് നേരെയല്ല വെടിവെക്കുന്നത്, അതിർത്തിയിലാണ്, പോസ്റ്റിലാണ് വെടിവെക്കുന്നത്. അപ്പോൾ പോസ്റ്റിൽ ആരാ നിൽക്കുന്നത്? നമ്മുടെ BSF ജവാന്മാരാണ്. അപ്പോൾ സിവിലിയൻസിന് മാത്രം വെടിവെക്കുക, അവർക്ക് നഷ്ടം വരുത്തുക മാത്രമല്ല നഷ്ടം. ഒരു BSF ജവാൻ അവിടെ വെടിയേറ്റ് മരിച്ചാലും അതൊരു മരണം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ ലിസ്മാം പറഞ്ഞ പോലെ വി ആർ റെസ്പോൺസിബിൾ നേഷൻ. ചെറിയ വെടിവെയ്പ്പൊക്കെ നമുക്ക് നേരിട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. നമുക്ക് ഇനിയിപ്പോൾ IPL വീണ്ടും തുടങ്ങും, IPL വാച്ച് ചെയ്യാം. നമ്മൾ സണ്ണി ജോസഫ്, അടൂർ പ്രകാശിൻ്റെ ചർച്ച ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. എയ്തർ കിട്ടിയ ആ ചാൻസ് നമുക്ക് ഉപയോഗപ്പെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ആസ് യൂഷ്വൽ വിൽ ഗോ ബാക്ക് ടു നോർമൽ, വാച്ച് IPL, വാച്ച് പ്രൈം ടൈം ഡിബേറ്റ് ഓവർ പൊളിറ്റിക്സ് എന്നിരിക്കാം. DGMO തല ചർച്ച മറ്റന്നാൾ തിങ്കളാഴ്ച 12 മണിക്ക് നടക്കാൻ പോവുകയാണ്. അതായത് വെടിനിർത്തൽ രണ്ടു കൂട്ടരും എഗ്രി ചെയ്തു എന്ന് കരുതി ഇപ്പോൾ സകലതും ഇതുകൊണ്ട് അവസാനിച്ചു, ഇനി ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്നില്ല. അല്ല, വിത്തൗട്ട് ദ സീസ് ഫയർ ഈസ് വിത്തൗട്ട് എനി പ്രീ കണ്ടീഷൻ ആൻഡ് പോസ്റ്റ് കണ്ടീഷൻ ആണ്. വൈ വി ഷുഡ് ആഡ് സച്ച് വേർഡ്സ് വെൻ വി ആർ ഗിവിംഗ് എ സ്റ്റേറ്റ്മെന്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു ഉപാധിയും ഇല്ലാതെ, പിൻ ഉപാധികൾ ഒന്നും ഇല്ലാതെ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തോന്നും ഇന്ത്യ ബാക്ക് ഫുട്ടിലായിരുന്നു, ഇന്ത്യക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, പാകിസ്ഥാൻ്റെ അറ്റാക്ക് ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു ഉപാധിയും ഇല്ലാതെ, പ്രീ കണ്ടീഷൻ പോസ്റ്റ് കണ്ടീഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ നിർത്തുകയാണ്. ഇനി എന്ത് ചർച്ച നടന്നാലും ഒരു തേർഡ് പാർട്ടി മധ്യസ്ഥയിൽ ചർച്ച നടക്കുമ്പോൾ ഓക്കെ, തേർഡ് പാർട്ടി മധ്യസ്ഥയിലുള്ള ചർച്ച ഇന്ത്യ ഒരു കാലത്തും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇവിടെയും ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇത് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും അഭിലാഷ് ഈ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് വന്നിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഈ മീഡിയേഷൻ നടക്കില്ല. ഇറ്റ് വിൽ ബി ഇൻ എ ഫോറിൻ സോയിൽ. അവർ ബാക്ക് ഡോറിൽ കൂടി ഇപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ DGMOമാർ സംസാരിച്ചപ്പോഴും ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു? ഇവർ സംസാരിച്ച കാര്യമൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് ആരുടെ ട്വീറ്റാണ് ആദ്യം വന്നത്? ട്രംപിൻ്റെ ട്വീറ്റ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഇടപെടലില്ലാതെ അല്ലെങ്കിൽ US-ൻ്റെ ഒരു ഇടപെടലില്ലാതെ നമ്മുടെ DGMOമാർ ഒരിക്കലും സംസാരിച്ച് കാണില്ല. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ ട്രംപിന് ആദ്യം തന്നെ ആ വിവരം കിട്ടിയത്. ഇനി നടക്കുന്ന ചർച്ചകളും ഇതിനെ ബേസ് ചെയ്തായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ഇനി നമുക്ക് നടക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയാണല്ലോ, നഷ്ടങ്ങളൊന്നും വരില്ല. ഇനി ഒരു തീവ്രവാദ ആക്രമണത്തിൽ, പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തീവ്രവാദ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ ഒരാൾ പോലും മരിക്കില്ലെന്ന് മാത്രമല്ല, ചെറിയ ഒരു ഇഞ്ചുറി പോലും ഏൽക്കില്ല എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കഴിഞ്ഞ 30 വർഷമായി ഭീകരവാദം ഉണ്ട്, അത് ഒരു വസ്തുതയാണ്, നമുക്കറിയാം. ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭീകരവാദത്തെ സമൂലമായി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം എന്നുള്ളതൊരു ഘടകമാണല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്ത് ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് ആവർത്തിച്ച് ഇന്ത്യ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിൾ കൺട്രിക്ക് ഇതിനപ്പുറത്ത് എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ രഘുനാഥ് സാർ പറഞ്ഞ പോലെ 6 വിഭജിക്കുക 8 വിഭജിക്കുക ഇതൊന്നുമല്ല. ഈ സീസ് ഫയർ എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഒരു 5 അല്ലെങ്കിൽ ഈ പാൽഗാം അല്ല 6 പേരുണ്ട്, 6 തീവ്രവാദികൾ, ഇവരെ കൈമാറുക, ഇവരാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൈമാറുക, ഇതാണല്ലോ പ്രധാനം. അത് വഴിയെ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സിന്ദൂർ അതിൻ്റെ പേരിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നു. അത് ശരിക്കും നടപ്പിലാക്കണമെങ്കിൽ 6 പേരെയും നമ്മുടെ കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ 6 പേരും മരിക്കണം, എന്നാലേ അതിനൊരു ഇതുണ്ട്. തീവ്രവാദികൾ, നമ്മൾ പേരെടുത്ത് പറയുന്ന തീവ്രവാദികളൊക്കെ ഇന്നും ജീവനോടുകൂടി പാകിസ്ഥാനിലുണ്ട്, അവരെ കൈമാറുക ഇന്ത്യയിലേക്ക്. ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസൊക്കെ നമുക്ക് വയ്ക്കാമായിരുന്നു. ഓക്കെ, സീസ് ഫയറിന് ഞങ്ങൾ തയ്യാറാണ്, ഈ കണ്ടീഷൻസൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സീസ് ഫയറിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് എടുക്കാമായിരുന്നു. ഉപാധിരഹിതമായ വെടിനിർത്തൽ ഡിമോറലൈസിംഗ് ആണെന്നാണ് മുൻ സൈനികരുടെയും മറ്റുമൊക്കെ അഭിപ്രായം. അവരുടെ ആ വികാരത്തെ തള്ളിക്കളയുന്നില്ല.